നമ്മൾ ഇന്ന് ഒരു യുദ്ധം തന്നെ നടത്താൻ പോവാണ്. നമ്മളിന്ന് ഇവിടെ കിടക്കുന്നത്. കാരണം മറ്റേ പല ജോംബീസൊക്കെ വന്ന് അടിച്ച് പൊട്ടിക്കുന്നു നമ്മളെ. കാരണം അമ്മാരെല്ലാം വീട്ടിൽ വന്ന് കയറി എന്നെ അടിച്ചു പൊട്ടിക്കും. നമ്മൾ ഒരു വില്ലേജ് അങ്ങ് കണ്ടെത്തി. നമ്മൾ വെച്ച സ്ഥലം തന്നെ, നമ്മളെ വെച്ച വീട് തന്നെ വില്ലേജസിൻ്റെ അടുത്ത്. ആരെങ്കിലും കിടന്നുറങ്ങുന്നു നോക്കട്ടെ. ഒരെണ്ണത്തിനകത്ത് ഞാൻ 2 കട്ടിലുണ്ട്. ഇവിടെ ഞാൻ ഷിപ്പിനെ ഒളിപ്പിച്ച് വെച്ചേക്കും. കാരണം അപ്പം എന്നെ പട്ടികൾ വന്ന് എടുത്ത് അടിക്കുമല്ലോ ഷിപ്പിനെ. അറിയാലോ ഗേസ്, പട്ടികളില്ലായിരുന്നു, ഡോഗ്സ്. ആ ഡോഗ്സ് വന്നിട്ട് നമ്മളെ ഷിപ്പിനെ അടിക്കത്തില്ലേ. അതുകൊണ്ട് ഞാൻ ഷിപ്പിനെ വരെ സീക്രട്ട് ലേജൻഡ് പോലെ വെച്ചേക്കുക. എന്താണ് ബ്രോ ഇവിടെ കിടക്കുന്നില്ലേ ബ്രോ? ഇരിക്കുന്നതിനും തരുമോ ബ്രോ? എന്തൊക്കെയാണ് വേണ്ട ബ്രോയിന്? ബ്രോയിന് 10 നോവിസ്, ലെവൽ 1 നോവിസോ 10 ഇത് കൊടുക്കണമെന്ന് ബ്രോ. ചെസ്റ്റിൽ കുറച്ചേ ഉള്ളൂ ബ്രോ. എൻ്റെ ഈ കോളേ ഉള്ളൂ ബ്രോ, വേറൊന്നുമില്ല. നോക്കട്ടെ, ബ്രോയ്ക്ക് ഞാൻ എന്തായാലും തരാം. എന്തുവാ ഈ ഞാനും കൊടുക്കുവാൻ 10 ഫുഡ് തരാമെന്നോ? പിന്നെ ഫുഡ് ഇതൊന്നും വേണ്ട, താങ്കളുടെ ഫുഡ് എടുത്തോണ്ട് കോള വേണമെങ്കിൽ താങ്കൾക്ക് ഞാൻ ഒരു ഉപകാരം ചെയ്തേക്കാം. എന്തുവാ എൻചാനറ്റ് ടേബിളിൽ എന്തൊക്കെ ഉണ്ടാക്കാം. നമുക്ക് കുറച്ച് ഇറച്ചി വെച്ചേക്കാം. ഇറച്ചി എൻചാനറ്റ് ടേബിൾ കൊണ്ട് എന്താ കേസ് ഉപയോഗം? എനിക്കൊന്നും അറിയത്തില്ല. നേരെ എന്തെങ്കിലും ഉപയോഗം കാണും, അല്ലാതെ മാതിരി വെക്കത്തില്ലല്ലോ എൻചാനറ്റ് ടേബിൾ. ഓട് രാവിലെ ആയതുകൊണ്ട് ഭാഗ്യമാണ്. ആ ഷിപ്പ് ഇറങ്ങിപ്പോന്നറാ. ആ ഷിപ്പേ നിന്നെ ആ പന്ന പട്ടികൾ വന്ന് അടിച്ച് കൊല്ലുവാ. ആ പോടാ, നിന്നെ ഞാൻ പന്ന പട്ടികൾ അടിച്ച് കൊല്ലുക ഷിപ്പിനെ. ആ ഷിപ്പ് പാവമാകെ, ഷിപ്പിനെ കൊല്ലുന്ന ഞാന്മാർ തന്നെ. ഈ നമ്മക്ക് ഇവിടെ ഒരു വീട് വെച്ചാലോ? നമ്മളെ ഷിപ്പിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വീടങ്ങ് വെച്ചേക്കാൻ വെറുതെ. ഷിപ്പിന് വേണ്ടി ഞാൻ മാത്രം വെക്കുന്നു. ഞാനാണ് ഈ കട്ട എന്തോത്തിന് നമുക്ക് കിട്ടി. അയൺ ഓറിയോ? അയൺ ഓറി എന്തോത്തിനാന്ന് അറിയത്തില്ല, ഒന്ന് നോക്കാം. എന്തെങ്കിലും അയൺ ഓറി ഇങ്ങനെ വെച്ചിട്ട് പമ്പിയും വെക്കുമ്പം അവൻ അയൺ ഗോളം വരുമോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അയൺ ഗോളം തീർന്നോ? ഇത് വെക്ക് അയൺ ഗോളം. നമുക്ക് പിക്കാസ് വേണം. പിക്കാസ് ഉണ്ടോ? ഓക്കെ, പിക്കാസ് വെച്ച് പൊട്ടിച്ച ഗോൾഡൻ വേണമെന്ന് തോന്നുന്നു. അയൺ ഗോളത്തിനെ എടുത്തിക്കാം. നമുക്ക് പമ്പിൻ ഹെഡ് ഉണ്ടോ? പമ്പിൻ ഹെഡൊന്നുമില്ല. നമ്മളെ ഈ നമ്മളെ വീട്ടിലുണ്ട്. ഓക്കെ, ഇതൊക്കെ എല്ലാം പൊട്ടിച്ച്. അയ്യോ, ഇത് പൊട്ടിക്കണമെങ്കിൽ ഗോൾഡൻ വേണം. ഗോൾഡൻ ഞാൻ വീട്ടിൽ വെച്ചേക്കുവാണ്ട്. ഇതിന് ഇനി പറ്റും. പൊട്ടി. അയ്യോ, ഗോൾഡൻ വേണം ഇത് പൊട്ടിക്കണമെങ്കിൽ. സാറല്ല, ഇത് പൊട്ടിച്ചോണ്ട് പോവാം. 6 എണ്ണം കൊണ്ടേ ഉള്ളൂ. ഓക്കെ, ഒരെണ്ണം വെച്ചിട്ട് കിട്ടി. നമുക്ക് വേറെ ഒന്നും കിട്ടിയില്ല. 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഈ കുതിരയുടെ മേളിൽ കയറി പോകുന്നതാണോ കേസ് നല്ലത്? അപ്പം കുതിരയാണ്. പോവാം. ചാടിപ്പോന്ന എൻ്റെ വീട് എവിടെ ആയിരുന്നു? എൻ്റെ വീട് കേസ് ഞാനേ എന്നാൽ മൃഗങ്ങൾക്ക് വേണ്ടി ഒരു വീട് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ പറ്റിയില്ല. കാരണം ഇല്ലേ, ഞാനൊരു വലിയ പണി ചെയ്തു. മൃഗങ്ങൾക്ക് വേണ്ടി മാത്രം, അതായത് നമ്മളെ ഷിപ്സിന് വേണ്ടി. ഷിപ്പിനെ നമ്മളെ പട്ടിക്കുട്ടന്മാർ കൊല്ലത്തില്ലേ, പട്ടിക്കുട്ടന്മാർ കൊല്ലാതിരിക്കാൻ. പട്ടിക്കുട്ടന്മാരല്ലേ നമ്മളെ ഷിപ്സിനെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ നാണ്ട ഇവരൊരു സംഭവം ഉണ്ടാക്കി വെച്ചത്. പക്ഷെ കല്ലില്ലാത്തതുകൊണ്ട് എൻ്റെ പണി തീർത്തില്ല. ഞാൻ കള്ളല്ല, ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചേക്കാം. സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന സുഖം വേറെ എവിടെയും കിട്ടത്തില്ല. ഓക്കെ, ഇവിടെയൊക്കെ ഞാൻ പൊളിച്ച് നമുക്ക് കട്ട എടുത്തിട്ട് മറ്റേ വീടിൻ്റെ പണി തീർക്കണം. ഇനി രാത്രി ആയിക്കോട്ടെ. ഞാൻ നേരത്തെ പേടിച്ചു പോയെന്ന് പറഞ്ഞ് ഇനി ഞാൻ പേടിക്കാൻ പോകുന്നില്ല മിസ്റ്റർ. നമ്മളെ ഫുഡില്ല എന്തെങ്കിലും തിന്നണ്ട. നമുക്ക് ചെളി വേണ്ട, ഈ എഗ്ഗ് മാറിയിട്ട് എന്തെങ്കിലും ഫുഡ് എടുക്കാം. ഫുഡ് കിട്ടി. നമ്മളെ ഫുഡൊന്നും ഇല്ല തന്നാണ്. എന്താണ് ഫുഡ്? നമ്മൾ ഒത്തിരി ഷിപ്സിനെയൊക്കെ തിന്നായിരുന്നു. ഷിപ്സ് നമ്മളെ കോപിക്കുമല്ലോ. ഷിപ്സ് നമ്മൾ കോപിച്ചതാണ് കേസ്. ഷിപ്സിനെ തിന്നുമ്പോൾ ഷിപ്സ് നമ്മളെ കോപിക്കും. അയ്യോ, നമ്മളെ ഹെൽത്ത് ഇനിയും വേണം നമുക്ക്. പണ്ടൊക്കെ എത്ര ഫുഡ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് വേണ്ടി. 8 ഇതിൽ തിന്ന ഇത് 8 എണ്ണം ഉണ്ടല്ലോ. ഇനിയും തിന്നാൻ പറ്റത്തില്ലേ? തിന്ന് 8 എണ്ണം ഉണ്ട് നമ്മളെ. ഓക്കെ, കോടാലി എടുത്ത് എന്തെങ്കിലും പൊട്ടിക്കുക. ഇതൊക്കെ പൊട്ടിച്ചേക്കാം. ഇതൊക്കെ പെട്ടെന്ന് പൊട്ടും ഈ കോടാലി കൊണ്ട്.
എന്നിട്ട് മറ്റുള്ള വീടിൻ്റെ പണി എങ്ങനെയും തീർക്കണം. അവിടെ നമ്മളെ വലിയൊരു ഫാം തന്നെ നമ്മൾ തുടങ്ങും. നീ അറിയാമല്ലോ, തുടങ്ങിയില്ലെങ്കിൽ എൻ്റെ പേര് ഞാൻ മാറ്റിയിട്ട് എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റും. നിങ്ങൾ പറ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഞാൻ വെക്കാം. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഏത് കമൻറ്റാണോ ആ പേര് ഞാൻ വെക്കുന്നതായിരിക്കും. അമ്മേ വുഡ് 4 എണ്ണേ ഉള്ളൂ. നമുക്ക് ഉള്ള ഡേറ്റ എല്ലാം കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെങ്ങനെയെങ്കിലും ഒരു വീടങ്ങ് പണിയാം. വുഡ് 4 എണ്ണം, ബാക്കി 2 എണ്ണം ഇവിടെ ഇങ്ങനെ വെക്കണം. ഇല്ല, ഇനി ഡേർട്ട് എടുക്കാൻ നോക്ക്. ഡേർട്ടെങ്കിലും ഉണ്ടല്ലോ. നൂലെടുത്തേക്കാം. ഈ ഒരു കല്ലും എടുത്തേക്കാം. നല്ല ലാർജ് ചെസ്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് വെച്ചെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അവിടെ നിന്നും കൂടെ കുറച്ച് കല്ലെടുത്തേക്കട്ടെ. അവിടെ ഞാൻ ഒത്തിരി കല്ല് വെച്ച്. ഓ, പട്ടികൾക്ക് പ്രാന്ത് കയറി നിൽക്കുക അവിടെ. പട്ടി എന്താണ് പട്ടി? നമുക്ക് അവനെ വാള് വെച്ചങ്ങ് തീർത്തേക്കാം. അവനായിരിക്കും കണ്ണൂടാ പട്ടീനെ. കാരണം അവനെ ഷിപ്സിനെ കൊല്ലുന്നു. എനിക്ക് ഷിപ്സിനെ കൊല്ലണോടാ, നിനക്കറിയത്തില്ലടാ. അയ്യോ, നമ്മൾ ഏതോ ഒരു ഷിപ്സിനെ കൊന്ന. എടാ പോടറക്കാം പട്ടി. ആ പോണ മനസ്സിൽ വയ്യാതിരിഞ്ഞ. നമ്മളെ ഒരു ഷിപ്സ് പോയി സാറില്ല. ഇതെന്താ ചിക്കൻ? ഓ, ചിക്കനെ നമുക്ക് ചാടിപ്പോ. ഓക്കെ, 2 ചിക്കനെ എടുത്തേക്കാം. അയ്യോ മാറി നിൽക്കാം അങ്ങോട്ട്. ചിക്കനെ എടുത്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒരു ചിപ്പേ ഉള്ളു. സാരമില്ല, ലാർജ് ചെസ്റ്റിലോട്ട് പോട്ടെ. ആ വീട് മുഴുവൻ നമ്മൾ സ്വിമ്മിംഗ് പൂളാക്കിയാ ഇവിടെ എന്തെങ്കിലും വെച്ച് അടച്ച പറ്റുമോ? ഇല്ലെങ്കിൽ എൻ്റെ ഹെൽത്ത് എല്ലാം പോകും. മാറിക്കോ. പോ. ഇവിടെ എന്തെങ്കിലും വെച്ച് അടയ്ക്കണം. ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല എനിക്ക്. തൽക്കാലം ഈ 7 പൂള് വെച്ചങ്ങ് അടച്ചേക്കത്. നമ്മളെ 4 പൂളുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെസ്റ്റിൽ പോയോ. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. ഞാൻ തൂക്കുന്ന ലൈറ്റ് ഇട്ടായിരുന്നു. കുതിരകളാണ് നമ്മളെ വീട്ടിൽ. എൻ്റെ പേര് ഞാൻ വെച്ചത് ഹോർസി എന്നാണ്. എല്ലാത്തിൻ്റെ പേരും. കുട്ടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവർ. ഓക്കെ, ഒരു കുട്ടിയുണ്ട്. നമ്മളെ ചെസ്റ്റ് എന്ത് ചെയ്യണം? മാറി നിൽക്കടാ. എനിക്ക് ചെസ്റ്റിൽ നിന്ന് എടുക്കണം. എനിക്ക് ചെസ്റ്റ് എടുക്കണോടാ. അര മാറാ. ഞാൻ അടിച്ച് പൊട്ടിക്കുക. ചെസ്റ്റ് എടുക്കണം എനിക്ക്. ഇനി എൻ്റെ കട്ടയുടെ പൂരം. ഓക്കെ. ഗ്ലിച്ചടിക്കുന്നതാണ് പ്രശ്നം. അയ്യോ, തുറ. ഓടോ വന്നിട്ടാടാ. ഈ ഹോസെല്ലാം പുറത്തു പോകും. നിങ്ങൾക്ക് നേരെ പോകണം. നാണയ ഒത്തിരി കട്ട കിട്ടിയിട്ടുണ്ട്. അയ്യോ, നമ്മളെ ചെച്ചിന്ന് ഓക്കെ ഇൻവെൻ്ററിയിലാക്കിയിട്ടുണ്ട്. ഇനി 3 വരെ ഈ കട്ട ഉണ്ട്. നമ്മളെ വീടിൻ്റെ പണി നമ്മൾ തീർക്കാൻ പോവുകയാണ്. അങ്ങനെ ഈ വീടിൻ്റെ പരിപാടി. ഈ വീട്ടിൽ ഞാനും താമസിക്കാൻ വേണ്ടി ഉപയോഗിക്കും. കാരണം ഈ വീട് എനിക്ക് താമസിക്കാനുള്ളതാണ്. ഞാൻ കള്ളം പറഞ്ഞു. എനിക്ക് ഈ വീട് മതി. എനിക്ക് ഈ വീട് മാത്രം മതി. എനിക്ക് ഈ വീടില്ലാതെ പറ്റത്തില്ല. അയ്യോ, ഇവിടെ പെട്ടോ ഞാൻ. ഇവിടെ കുഴിയായിരുന്നു. നമ്മൾ മൂടിക്കോളാം. നമ്മൾ ഇതെടുത്ത് വെക്കും. ഇവിടെ ഇങ്ങനത്തുള്ള സാധനം ഒളിപ്പിച്ചെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ഇവിടെ ഡോർ ഇടാൻ പോവാ. എനിക്ക് ഡോറിടാം. ഡോർ 63 ഉണ്ട്. എഴുത്തുവാണെങ്കിൽ 63 ഹൗസ് വെക്കാം. അയ്യോ, അത് ഇനി പിക്കാസ് വെച്ച് കൊണ്ടുവരണം. പിക്കാസ് പോവാറായി. പിക്കാസിൻ്റെ ഹെൽത്ത് പോയി. ഡോർ ഡോറൊക്കെ മോനെ. എൻ്റെ വീടിൻ്റെ പണി ഇനിയുണ്ട്. ഡേർട്ട് വെച്ച് കയറണം മണ്ണയ്ക്ക്. ചാടി വെക്ക്. ഇനി വീടിൻ്റെ മണ്ടക്കലത്തെ പണി നോക്കാം നമുക്ക്. മണ്ടയ്ക്ക് ഇങ്ങനെ മണ്ടക്കോട്ട് കയറി ഇങ്ങനെ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വെച്ച് പോകണം. പറ്റുന്നില്ല. ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ തീരാറായി പണി. നമ്മളെ ഒരു സംഭവം താരെ പോയി. അയ്യോ, നമ്മളെ ഹെൽത്തൊന്നും പോകുന്നില്ല. അതെന്തായാലും നല്ല കാര്യം. ഇനി 44 ഉള്ളു. നമ്മളെ വീട് സെറ്റായി. ഇതിന് നമ്മളെ വീടാണ്. നമ്മളത് ഈ വീട് ആർക്കും ഞാൻ കൊടുക്കത്തില്ല. പോകാൻ പറ്റത്തില്ല. പിക്കാസെട്.
ഇക്കാലത്ത് പൊളി ഇത്. ഇവിടെ ഇവിടെ നമുക്ക് കോള് വെച്ച് അടയ്ക്കണം. കോള് വെച്ചാടാ ആ കോള് വെച്ച് അടയ്ക്കണം. ഞാൻ ഇപ്പോൾ അടങ്ങാവും. ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം ഇങ്ങനെ 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 ചാടി വെക്ക്. ആ ഇവിടെ ആരും കോളൊന്നും കാണാൻ പാടില്ല, കാരണം ഇവിടെ ഞാൻ മാത്രമേ വരത്തുള്ളൂ. ഇവിടെ നമ്മൾ ജീവിക്കാൻ പോവാ. നമ്മളെ ഹോർസിയുടെ വീടില്ലേ, നമുക്കൊരു കട്ടിൽ എടുത്ത് വെച്ചേക്കാം. കട്ടിലും കുറച്ച് ചെസ്റ്റൊക്കെ മതിയെന്നേ. ഓക്കെ, ഇനിയാണ് കുറച്ച് കട്ടിൽ തീർന്നടേ. കട്ടിൽ പറഞ്ഞാണല്ലോ നടുകാറില്ല. നമുക്ക് ആ മറ്റേ വീട്ടിൽ നിന്ന് പൊളിച്ച് വില്ലേജസിൻ്റെ വീട്ടിൽ നിന്നെല്ലാം പൊളിച്ചോണ്ട് വന്നാൽ മതിയല്ലോ. പിന്നെ ക്ലാസ് ഇല്ലല്ലോ. ഗ്ലാസ് ഇല്ല, നമുക്ക് വിൻഡോ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ചെസ്റ്റ് ഇല്ലേ, നമുക്ക് ചെസ്റ്റിനെ അവിടുന്ന് പോയി പൊളിച്ചോണ്ട് വരാം. എനിക്ക് നമുക്ക് പോയി ഉറങ്ങാം, കാരണം ദിസ് ഈസ് ദ ടൈം ഫോർ യുദ്ധം. പോയി ഉറങ്ങട്ടെ. ഗൈസ്, എന്താ വീഡിയോ ഇവിടെ വെച്ചാൽ അവസാനിക്കാൻ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.